ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയൊക്കെ ചേർത്തുള്ള ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ്. അരിയാഹാരമൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ചപ്പാത്തിയോ സാധാ ഗോതമ്പ് ദോശയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഗോതമ്പ് ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് ഗോതമ്പ് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു സവോള, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക്, ഒരു തണ്ട് മല്ലിയില, ഒരു മുട്ട, കുറച്ച് നെയ്യ്, ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇനി ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പം മാവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പച്ചമുളകും തക്കാളിയും സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. തക്കാളിയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇപ്പം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഈ പാനൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗീ തൂത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കും. തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ അടുത്തതും ചുട്ടെടുക്കാം. ഇത് അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് വെന്ത് കിട്ടും. തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതുമായിട്ടുണ്ട്.
അപ്പോൾ ദോശയിലായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.